നമുക്കൊരുമിച്ച് വീണ്ടും തൃപ്പാതപീഠത്തിൽ ഇരിപ്പാൻ ദൈവം നൽകിയ വലിയൊരു അവസരമോർത്ത് കർത്താവിന് മഹത്വം കരുതും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിന്റെ ശൈശവ ദശയിൽ മാതാപിതാക്കൾ എങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുത്തുകൊണ്ട് വന്നു എന്നുള്ള ഭാഗം പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ചത്. ഒരു പ്യുവർ ജൂ ആയിട്ട് തന്നെയാണ് തന്റെ മാതാപിതാക്കൾ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിനെ വളർത്തിക്കൊണ്ട് വന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു. അതൊരു ചെറിയ കാര്യമല്ല, അതിന് പിന്നിൽ വലിയൊരു എഫേർട്ട് ആ മാതാപിതാക്കൾക്കുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. മറ്റ് യഹൂദ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ന്യായപ്രമാണം ഹൃദിസ്ഥമാക്കുന്നതിൽ വാഴ്ത്തപ്പെട്ട കർത്താവിനെയും തന്നെ മാതാപിതാക്കൾ ശീലിപ്പിച്ചു എന്നുള്ളത് നാം മറക്കരുത്. ഞാൻ ഓർപ്പിച്ചു, 6 വയസ്സാകുമ്പോഴേക്കും ഞാൻ ലേവ്യ പുസ്തകം മുഴുവൻ കുഞ്ഞുങ്ങൾ കാണാതെ പഠിച്ചിരിക്കും. കാണാതെ പഠിച്ചാൽ മാത്രം പോരാ, അവിടെ ദേവാലയത്തിൽ അവരെ കൊണ്ടു ചെല്ലുമ്പോൾ അതിന്റെ പ്രസന്റേഷൻ അവിടെ ഉണ്ടാകും. അവിടെയുള്ള പുരോഹിതന്മാരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയത്തക്ക നിലയിൽ പ്രാപ്തരായിരിക്കും. കർത്താവിന്റെ കാര്യത്തിൽ അതൊന്നും തെറ്റിയില്ല എന്നുള്ളത് എത്ര ശ്രേഷ്ഠകരമായ കാര്യമാണ്. മാത്രമല്ല, വളർന്നു വന്ന ഓരോ ഘട്ടവും വളരെ ശ്രേഷ്ഠമാണ്, അതിശ്രേഷ്ഠമായ സംഗതിയാണ്. ഞാനിപ്പം ആ ശൈശവ 2 വയസ്സിനുള്ളിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് അതിന്റെ ബോർഡർ വിട്ട് ഞാനിപ്പോ പോകുന്നില്ല. എന്നാലും പിന്നീട് പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന കാര്യം ഞാൻ ഇപ്പോഴേ പറയാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചല്ലോ, കർത്താവിന്റെ ലൈഫ് നമ്മൾ പഠിക്കുന്നത് 12 വയസ്സ് വരെ, അതിനുശേഷം 30 വയസ്സിലുള്ള 18 വർഷം, അതിനുശേഷമുള്ള 3.5 വർഷം. അതിൽ ഏറ്റവും കൂടുതൽ താൻ സ്പെൻഡ് ചെയ്ത 18 വർഷം സ്വന്തം പിതാവിനോടൊപ്പം ഒറിജിനൽ തച്ചനായി, ഒറിജിനൽ ആശാരിയായി. ഉണ്ടോ? ആ 18 വർഷം കൊണ്ട് പിതാവിനോടൊപ്പം കയറി ഇറങ്ങാത്ത വീടുകളില്ല. ഏതൊക്കെ വീട്ടിൽ ഏതെല്ലാം ജോലി ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത്ര വൈഡായിട്ട് കർത്താവും തന്റെ പിതാവ് ഒരുമിച്ചുള്ള ആ ജീവിതം, അല്ലെങ്കിൽ ആ ഭൗതികമായ അധ്വാനം. കഴിഞ്ഞ ക്ലാസ് ഞാൻ ഓർപ്പിച്ച്, ഫിസിക്കൽ അധ്വാനം യഹൂദനെ സംബന്ധിച്ചുള്ള ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ശരീരം നന്നായിട്ട് വേർക്കണം, അധ്വാനിക്കണം, ജോലി ചെയ്യണം. ഇതൊക്കെയാണ് ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നത്, മറക്കരുത് ആ കാര്യം. കർത്താവിനെ സംബന്ധിച്ചുള്ള ഒരു ഗുണം, ഓരോരോ വീട്ടിൽ ചെന്ന് ഓരോരോ ജോലി ചെയ്യുമ്പോഴും തന്റെ സംസാരം ആ വീട്ടുകാർ ശ്രദ്ധിക്കും. 18 വർഷം കൊണ്ട് താൻ നേടിയെടുത്ത ഇന്റഗ്രിറ്റി അത് ഭയങ്കരമാണ്. ആളുകള് കർത്താവിന്റെ സംസാരം കേൾക്കുമ്പോൾ അവർക്കെല്ലാം അതിശയം, ഈ ജ്ഞാനം എവിടുന്ന? കേവലം തച്ചനായ ഈ മനുഷ്യൻ എവിടുന്നാണ് ഈ ജ്ഞാനം? അപ്പന്റെ കൂടെ നടന്ന 18 വർഷം കൊണ്ട് വീടുകൾ കയറി ഇറങ്ങി ജോലി ചെയ്യുകയും താൻ സംസാരിച്ചത് അവരുടെ ഉള്ളിൽ പതിയുകയും ചെയ്തത് കൊണ്ടാണ് ഒടുവിലത്തെ 3.5 വർഷം തോറാടെ സ്റ്റഡിയൊക്കെ വെച്ചപ്പോൾ ആൾക്കാർ വന്ന് കയറാൻ കാര്യം. ആ പുള്ളിയാണോ ക്ലാസ് എടുക്കുന്നത്? അദ്ദേഹത്തിന്റെ ക്ലാസ് ആണ്, കേൾക്കാൻ വല്ലതും ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമായി 18 വർഷത്തെ ഭൗതികമായ എഫേർട്ട് കൊണ്ട്. ഞാൻ എന്തിനായി കർത്താവിന്റെ 2 വയസ്സ് വരെയുള്ള ലൈഫിന്റെ ഇടയ്ക്ക് ഇതും കൂടെ തിരികെ കയറ്റിയത്? നമ്മുടെ ഫിസിക്കൽ അധ്വാനത്തിലുള്ള ഇന്റഗ്രിറ്റി നാം പ്രൂവ് ചെയ്ത് വേണം ബോധ്യമാകുന്നുണ്ട് ഞാൻ പറഞ്ഞത്. മിനിസ്ട്രി ലെവലിലേക്കും വരുന്നത് അങ്ങനെ ആയിരിക്കണം. ഒരുപോലെ 2 സൈഡിൽ നമ്മുടെ ഇന്റഗ്രിറ്റി തെളിയിച്ചിരിക്കണം. മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ അവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് നീങ്ങുക. അപ്പോൾ 2 വയസ്സ് വരെ കർത്താവിനെ കൊണ്ട് മാതാപിതാക്കൾ യോസഫും മറിയും ജീവിച്ച ആ വീട്ടിൽ വെച്ച് നടന്ന 3-ാമത്തെ കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. 3-ാമത്തെ വിഷയം അത് വേറൊന്നുമല്ല. ഒന്ന്, എന്താ പറയാ, ഇടയന്മാര് വന്ന കർത്താവിനെ കണ്ടതിന് ശേഷം യോസഫും മറിയും കൂടെ വീട്ടിലേക്ക്, വീടുണ്ടായി, അങ്ങോട്ട് പോണ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതിനുശേഷം 2 വയസ്സിനുള്ളിലാണ് ദേവാലയത്തിൽ കൊണ്ട് കർത്താവിനെ സമർപ്പിക്കുന്ന രംഗം നമ്മൾ പറഞ്ഞു.
8-ാം നാളിലെ പരിച്ഛേദനയെ കുറിച്ച് പറഞ്ഞു. മൂന്നാമതായി തന്നെ വന്ന് കണ്ട് വണങ്ങുവാൻ വിദ്വാൻമാർ, സ്കോളേഴ്സ്, ഇംഗ്ലീഷിൽ വൈസ്മെൻ, ഗ്രീക്കിൽ മാജായ്, അല്ലെങ്കിൽ പിന്നീട് മാഗി എന്നൊക്കെ പറഞ്ഞ ആ ഒരു കൂട്ടം ആളുകൾ വന്ന രംഗത്തെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓങ്ങി വെച്ച് നമുക്കൊന്ന് പൂർണ്ണമായിട്ട് വരാനായിട്ട് പറ്റില്ല. ഇന്ന് ഞാൻ വ്രങ്ങും തൊടാതെ ആ ഭാഗത്തേക്ക് വരിക. ഞാൻ ഓർപ്പിച്ചു, നമ്മുടെ കർത്താവിന്റെ വളർച്ച മുതൽ തന്നെ എന്ന് തോന്നുമാറ് പിന്നീടും ജനനത്തിലും മരണത്തിലും ഒരുപോലെ വിരൂപനായി നമ്മൾ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആർക്കും അതുകൊണ്ട് അത്ര വലിയ അട്രാക്ഷൻ ഒന്നും തോന്നിയില്ല. അതൊക്കെ ഒരുപാട് പറയേണ്ടത്. അതിന്റെ നിഴല് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ നിഴലായിട്ടാണല്ലോ ടാബർനാക്കിൾ മരുഭൂമി നിൽക്കുന്നത്. ടാബർനാക്കിൾ സമാഗമന കൂടാരം മരുഭൂമിയിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല യഹൂദന് മനസ്സിലാകുന്നത്. നമ്മൾ മനസ്സിലാക്കുന്ന വെച്ചുകൊണ്ടാണ് നമ്മൾ വ്യാഖ്യാനിച്ചു പോവുക. ഞാൻ തന്നെ വഴി സത്യം ജീവൻ എന്ന് പറയുമ്പോൾ അതാരാണ് കേൾവിക്കാർ? അവരതെങ്ങനെയാണ് ഗ്രഹിച്ചെന്നറിഞ്ഞ് നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടുള്ളൂ. യഹൂദന് മനസ്സിലാക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ പ്രാകാരമാണ്. സത്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ സ്ഥലമാണ്. ജീവൻ എന്ന് പറഞ്ഞാൽ അതിവിശുദ്ധ സ്ഥലമാണ്. അതിവിശുദ്ധ സ്ഥലത്താണ് ജീവൻ അർപ്പിക്കുന്നത്. അതുകൊണ്ട് അവന് പെട്ടെന്ന് അത് മനസ്സിലാകും. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നുവെന്ന് തന്റെ വാക്ക് കേട്ട ആൾക്കാർക്ക് മനസ്സിലായി. നമ്മളാ പിന്നെ വഴിക്ക് വേറെ അർത്ഥം കൊടുത്തു, ജീവന് വേറെ അർത്ഥം കൊടുത്തു, സത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ പിന്നെ വേറെ വേറെ ഡെഫിനിഷനൊക്കെ ആയിട്ട് പോകുന്നു. ഒരു അനാവശ്യ വ്യാഖ്യാനത്തിന്റെ ആവശ്യകതയില്ല. കേൾവിക്കാരൻ അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു പോകുന്നത്, ഈ സമാഗമന കൂടാരത്തിന്റെ പ്രധാന മന്ദിരമായിരിക്കുന്ന വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധ ഉൾപ്പെടുന്ന ആ മന്ദിരത്തിന്റെ മൂടുശീലകൾ, പ്രധാനപ്പെട്ട 3-4 മൂടുശീലകളുണ്ട്. അത് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവയൊക്കെ ചേർത്തുണ്ടാക്കിയത്. ചുവപ്പിച്ച ആട്ടുകൊറ്റന്റെ തോലുകൊണ്ടുള്ള മൂടുശീല. ഇങ്ങനെ 3-4 മൂടുശീലകളുണ്ട് ആ മന്ദിരത്തെ മുഴുവൻ കവർ ചെയ്യുന്നത്. അതിലേറ്റവും ടോപ്പിൽ ഏറ്റവും മീതെയുള്ള മൂടുശീല തഹശുതോല് കൊണ്ടുള്ള മൂടുശീലയാണ്. ബാഡ്ജർ സ്കിൻ, തഹശുതോല് കൊണ്ടുള്ള മൂടുശീല. ഈ നീലനൂലും ധൂമ്രനൂലും ചുവപ്പുനൂലും പിരിച്ച പഞ്ഞിനൂലും ഒക്കെ കണ്ട നല്ല അട്രാക്ഷൻ. എന്നാൽ ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ടാണ് തഹശുതോല് കൊണ്ടുള്ള മൂടുശീല. അത് കണ്ടാൽ ഒരു ഭംഗിയില്ല, ഒരു വൃത്തിയും മെനയോ അട്രാക്ഷനുള്ള യാതൊന്നുമില്ല. മനസ്സിലായോ? ഏറ്റവും മേതെയുള്ള മൂടുശീല, തഹശുതോല് കൊണ്ടുള്ള മൂടുശീല കണ്ടാൽ ഒരു ഭംഗിയുമില്ല, ഒരു അട്രാക്ഷനും ഇല്ല. ഞാനൊരു കാര്യം പറയാം, വാഴ്ത്തപ്പെട്ട കർത്താവിനെ പുറത്തു നോക്കുന്നവർക്കെല്ലാം ഇങ്ങനെയൊക്കെ തോന്നുള്ളൂ, ഒരു അട്രാക്ഷനും ഇല്ല. അകത്ത് വരുന്നവന് മാത്രമേ, യോഹന്നാന്റെ സുവിശേഷത്തിലെ വാക്യം മറന്നു പോകരുത്, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും എന്നുള്ള വാക്യം വിട്ടുപോകരുത്. അകത്ത് വരുന്നവന് മാത്രമേ യഥാർത്ഥ മനോഹാരിത അറിയാൻ ഒക്കത്തുള്ളൂ. വാഴ്ത്തപ്പെട്ട കർത്താവിനെ കണ്ട പുറത്തു നിന്ന് ഡയലോഗ് പറയുന്നവനൊന്നും ഇതിന്റെ മനോഹാരിത അറിയത്തില്ല. സമാഗമന കൂടാരം അതുപോലെ തന്നെയാണ്. പുറമേ നോക്കുന്നവനൊന്നും കാണാനില്ല, ഒരു അട്രാക്ഷനും ഇല്ല. പക്ഷെ അകത്ത് വന്നാലോ, മനസ്സിലായോ? അകത്ത് വന്നതിന്റെ മനോഹാരിത കണ്ടാൽ, അത് ഒരിക്കൽ കണ്ട 2-3 ചെറുപ്പക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് എങ്ങും പോകണ്ട, അകത്ത് കയറിയില്ലേലും കുഴപ്പമില്ല, ഈ വാതുക്ക ഞങ്ങൾ കാവൽക്കാരായിട്ട് നിന്നോളാം. കണ്ടോ? ഞാൻ അകത്ത് കയറിയില്ലേലും കുഴപ്പമില്ല, വാതുക്ക കാവൽക്കാരായിട്ട് നിന്നോളാം എന്ന് പറഞ്ഞു. അതാണ് ഈ അകത്ത് വന്ന് ഇതിന്റെ മനോഹാരിത അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നിയില്ല. സ്തോത്രം. പുറമെ നോക്കുന്നവനൊന്നും ഇതിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല, അതിന്റെ ബ്യൂട്ടി മനസ്സിലാവുകയില്ല, അതിന്റെ മനോഹാരിത മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അകത്ത് വരുന്നവന് മാത്രമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനും അങ്ങനെ തന്നെയാണ്. കണ്ടവരൊക്കെ ഒരു അട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് പല അഭിപ്രായങ്ങൾ പറഞ്ഞു.
ഒടുവിൽ ശിഷ്യന്മാരുടെ കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഉണ്ടോ? പത്രോസിന്റെ കർത്താവ് പറഞ്ഞ മറുപടി, യോനാശി മോനെ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥന എന്റെ പിതാവത്ത് നിനക്ക് ഇത് വെളിപ്പെടുത്തത്, ആരോടും മിണ്ടണ്ടെന്ന്. കണ്ടോ? അപ്പോൾ ആ ഡിവൈൻ റെവലേഷൻ ഉണ്ടായപ്പോഴാണ് ഇത് ആരാന്ന് മനസ്സിലാക്കുന്നത്. പക്ഷെ യോഹന്നാന് മനസ്സിലായി കേട്ടോ. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതല്ലേ വിശ്വാസം. സ്നാപക യോഹന്നാൻ ഇത് പിടികിട്ടി. പുറമെ ഉള്ള സൗന്ദര്യം, അകത്തെ സൗന്ദര്യം കണ്ട യോഹന്നാൻ പറഞ്ഞു, ഒരു കാരണവശാലും വേണ്ട. എന്താ? യോഹന്നാൻ യോർദാനിൽ നിൽക്കുന്നു, കർത്താവ് സ്നാനമേൽക്കാൻ അങ്ങോട്ട് ചെന്നു, അല്ലേ? വരുന്ന എത്രയോ പേര് ഇങ്ങനെ വന്നു പോകുന്നു, അവരൊന്നും ശ്രദ്ധിക്കാത്ത യോഹന്നാൻ കർത്താവ് വരുന്നത് പെട്ടെന്ന് ശ്രദ്ധിച്ചു. അപ്പൊ അങ്ങോട്ട് ചോദിച്ചു, ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈകളിലല്ലയോ, പിന്നെ എന്തിനു വെള്ളത്തിൽ സ്നാനം എന്റെ കൈകളാലേൽക്കണം? യോഹന്നാൻ അങ്ങോട്ട് ചോദിച്ചതാ. കർത്താവിന്റെ മറുപടി, ഇല്ലില്ല, നിന്നെ സ്നാനമേൽക്കുവാൻ ഉണ്ടെനിക്കേറ്റം ആവശ്യം. യോഹന്നാന്റെ മറുപടി, വല്ലഭാ നിന്റെ ചെരുപ്പു ചുമന്നിടുവാനില്ല യോഗ്യത. കേട്ടോ? രണ്ടുപേരോടുള്ള സംഭാഷണം. കേട്ടോ? വരുന്ന ആളെ കണ്ടപ്പോ യോഹന്നാൻ ഞെട്ടിപ്പോയി. സ്തോത്രം. ബാക്കിയുള്ളെല്ലാം പുറമേ ഉള്ളത് കണ്ടപ്പോൾ അകത്തുള്ളത് എന്താണെന്ന് കണ്ട യോഹന്നാൻ, ഈ വേറൊരു കാര്യമുണ്ട്, രണ്ടുപേരുടെ ആത്മനിറവ് അങ്ങനെയായിരുന്നു. സ്തോത്രം. രണ്ടുപേരും ഭരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അത്ര ഭയങ്കരമാണ്. യോഹന്നാൻ അമ്മയുടെ ഉദരത്ത് വെച്ച് തന്നെ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവൻ. ഓ സ്തോത്രം. അതുകൊണ്ടാ വരുന്നവനെ കണ്ടപ്പോഴേ പിടികിട്ടി. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നത്. അപ്പോൾ തന്റെ വളർച്ച അത്ര അട്രാക്ഷൻ ഒന്നും അല്ലായിരുന്നെങ്കിലും തന്നെ കാണാൻ ചിലര് വന്നു. ഈ വന്ന വ്യക്തികൾ നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ഈ മേദ്യ പാർഷ്യ അല്ലെങ്കിൽ എന്താ പറയാ, മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ സ്വാധീനം ഇസ്രായേലിനെ ഭരിച്ചതൊക്കെ ഞാൻ പറഞ്ഞതാ. അന്ന് ഈ ചരിത്രമൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചത് എന്തിനാ ഈ ചരിത്രമെല്ലാം കർത്താവിന്റെ ജന്മമാട്ടോ പറഞ്ഞത്? ഇതെല്ലാം ഇതിനകത്ത് കണക്ഷൻ ഞാൻ അന്നേ പറഞ്ഞിരുന്നു. അന്ന് ഈ മേദ്യ പേർഷ്യ സ്കോളേഴ്സ്, ജ്ഞാനികൾ, മലയാളത്തിൽ വിദ്വാൻമാർ എന്ന് പറയും, അങ്ങനത്തെ വിദ്വാൻമാരുണ്ടായിരുന്നു. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം വായിച്ച് ഞാനൊരു വിദ്വാനെ പരിചയപ്പെടുത്തിയിട്ട് താഴോട്ട് വരും. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 6-ാമത് വാക്യം. അങ്ങനത്തെ ഒരു കക്ഷി ഉണ്ടോന്ന് ഒരു തെളിവിന് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 6. ആരുടെയും പുസ്തകം ഇല്ലേ? അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്നു പേരുള്ള യഹൂദാവായ കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. ആരെ കണ്ടു? വിദ്വാനെ. ആരെ കണ്ടു? വിദ്വാനെ കണ്ടു. വിദ്വാനെ കണ്ടു. മതി 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 മതി. ഈ മേദ്യ പേർഷ്യൻ സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സാഹചര്യം ഞാൻ പറയുന്നില്ല. അത് സാഹചര്യം പറയാൻ ഒരുപാട് ചരിത്രം പറഞ്ഞെങ്കിൽ അത് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് തിരിഞ്ഞെന്നുള്ളതൊക്കെ മനസ്സിലാക്കത്തുള്ളൂ. അങ്ങോട്ട് ഇപ്പോൾ പോയാൽ ഒക്കത്തില്ല. നമ്മുടെ ഈ വിഷയം പിന്നെ അവിടെ കിടക്കും. എനിക്ക് ഇന്ന് കുറച്ചേറെ പെട്ടെന്ന് മുന്നോട്ട് പോകണം. അവിടെ ഞാൻ വേഗം പറഞ്ഞു പോവാം. കാരണം നമ്മളിവിടെ നിന്നാൽ ഒക്കത്തില്ലോ, ശൈശവത്തിൽ നിന്നാൽ പോരല്ലോ, നമുക്ക് അത് കഴിഞ്ഞുള്ള ശിശുവിലേക്ക് കയറണ്ടേ. അവിടെ ഞാൻ ഇന്ന് അല്പം സ്പീഡിൽ പോകുമേ, അപ്പൊ നിങ്ങൾ എന്റെ കൂടെ വരണം. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞപ്പോൾ ശരിയാവില്ല. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് മേടുകൾ അഥവാ മേദ്യർ എന്ന് പറഞ്ഞാൽ മേദ്യർ എന്നാണ് അർത്ഥമേ. മേടുകൾ പലരും ഈ ജ്യോതിശാസ്ത്രം പഠിച്ചു. ജ്യോതിഷമല്ല, ജ്യോതിശാസ്ത്രം. രണ്ടും രണ്ടാ. ജ്യോതിഷം വേറെ, ജ്യോതിശാസ്ത്രം വേറെ. ജ്യോതിശാസ്ത്രം പഠിച്ചു, നക്ഷത്രങ്ങളെ കുറിച്ച്, വാനശാസ്ത്രം പഠിച്ച് ഭാവി പ്രവചിക്കുന്നവർ, സൂത്ത് സേയേഴ്സ് എന്ന് പറയും. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അല്ലേ? സൂത്ത് സേയേഴ്സ്, മുൻകൂട്ടി കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നവർ, സൂത്ത് സേയേഴ്സ് എന്നാ പറഞ്ഞത്. നമ്മുടെ ഇടയിലും ഉണ്ട് ഇങ്ങനത്തെ ആളുകൾ. പിന്നെ അവര് ഭാവി പറയല്, നേരത്തെ നടന്ന കാര്യമൊക്കെ പറയത്തുള്ളൂ. ഈ എനിക്ക് ഈ പെന്തക്കോസ്തുകാരുള്ള ഏറ്റവും വലിയ ദേഷ്യം എന്തറിയാമോ? നമ്മൾ അയ്യോ പറഞ്ഞ കാര്യം എന്നോ കറക്റ്റ് അച്ചട്ടായിരുന്നു.
വള്ളി വിളിച്ച തെറ്റാതെ പുള്ളി കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. എടാ, അനുഭവിച്ച് നിന്നേക്കാൾ ഉറപ്പാണ് ഈ വിളിച്ചു പറഞ്ഞവൻ. അതിപ്പം പറഞ്ഞാലേ നമുക്കറിയത്തുള്ളൂ നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ. എന്ന് നമുക്ക് ഈ കോമൺ സെൻസ് ഇല്ലാത്തത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഏതെല്ലാം സാഹചര്യത്തിൽ കടന്നു പോയെന്നുള്ള നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഇല്ലേ? നല്ല മുഖം പാടിയും തോന്നുന്നു പെട്ടെന്ന്. നമ്മൾ കടന്നുപോയ സാഹചര്യം ഏതാണ്ട് നമുക്കറിയാമല്ലോ. അതിന് ഒരുത്തം വിളിച്ചു പറഞ്ഞാലേ നമുക്ക് വിശ്വാസമാവുള്ളൂ. അയ്യോ, എത്ര കൃത്യമായിട്ടാ പുള്ളി ആ കാര്യമൊക്കെ പറഞ്ഞു. പറഞ്ഞ തെറ്റാണെന്നോ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് അനുഭവിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ ഇത്, അല്ലേ? അന്നൊരാള്, ഇപ്പൊ ഞാൻ ജൂഡിസിസ്റ്റോട് പറയാം, ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ പോയി ജീവിതം പോലും അവസാനിപ്പിക്കാൻ നീ പലപ്പോഴും തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റ് തോന്നാൻ ഇത് കഴിയുമ്പോൾ പുള്ളിക്കാരി എന്നോട് പറയും. കാരണം അങ്ങനെ ചിന്തിക്കാത്ത ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടോ? ഉണ്ടോ? അല്ല. പ്രവചനം പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ നീ തന്നെ വിറകൂട്ടി പറയാൻ തൻ്റെ ഇടം ഉണ്ടോ? അങ്ങനെ തൂത് പറ. അത് വേണ്ട. അങ്ങനത്തെ ദൂതൊന്നും അല്ല നമുക്ക് വേണ്ടത്. യു ആർ റോങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ദൂത് വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളിപ്പോൾ പോകുന്ന വഴി അപകടത്തിലേക്കാണ്. കം ബാക്ക്, അബൌട്ട് ടേൺ, ആ ദൂത് പറഞ്ഞവരെ വേണ്ട. ഇല്ല, നീ പോയ സാഹചര്യം ഞാൻ അറിയുന്നു മകനെ. ഓ, അങ്ങനത്തെ രണ്ട് ഡയലോഗും പിന്നെ പറയുന്ന ആളൊന്ന് ശരീരത്തൊന്ന് വെട്ടിക്കുകയും ഒരു വിറയിലൊക്കെ കാണിക്കാൻ നമുക്കും ഒരു പിരിവിരിപ്പ്. പിന്നെ പിന്നെ അതിനൊക്കെ ഒത്തിരി അഡ്വാൻസ് ആയി കേട്ടോ. വണ്ടിയുടെ നമ്പർ വരെ ഇപ്പം വിളിച്ചു പറയുന്നത് KL03 5278 വാഹനം ഞാൻ കാണുന്നു. അതായത് ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണുമല്ലോ. അയ്യോ, പരിശുദ്ധാത്മാവിന് ഇപ്പൊ എന്തെല്ലാം പണിയാണ്. ഇപ്പൊ ഒരിടയ്ക്ക് മുഴുവൻ ഈ എന്താ പറയാ ഈ സർവേയുടെ പണിയായിരുന്നു പരിശുദ്ധാത്മാവിന്. ഇപ്പൊ അത് ശാലം കുറഞ്ഞു. ഒരിടയ്ക്ക് മുഴുവൻ സർവേ ആയിരുന്നു. ദൈവം നിനക്കായി അളന്ന് തിരിക്കുന്നു, റോഡ് സൈഡിൽ അളന്ന് തിരിക്കുന്നു. അതായിരുന്നു ഒരിടയ്ക്ക്. ഇപ്പൊ പിന്നെ അളന്ന് തിരിക്കുന്ന പരിപാടി നിർത്തി, സർവേയുടെ പണി കർത്താവ് നിർത്തി. ഇപ്പൊ RTOയുടെ പണിയാ പരിശുദ്ധാത്മാവിന്. ഇപ്പൊ മിക്ക യോഗങ്ങളിലും RTOമാർ വേണ്ട, അതെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തേക്കുക. വാഹനം കാണിക്കും, ഈ വന്ന വാഹനം കൃത്യമായി പറയുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഇതുപോലൊരു അന്താളിപ്പോയില്ല. എന്റെ പൊന്നുടോരെ, ഈ ഗിമ്മിക്സ് കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ വരുന്ന ഒരു ടെക്നിക്കാണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സ്റ്റേജിൽ വന്ന പ്രവാചകനെ കണ്ടുള്ളൂ, അവന്റെ കൂടെ എത്ര പേരുണ്ടെന്ന് അറിയാമോ? അവരാ നേരത്തെ വരുന്ന യോഗത്തിന്. എന്താ വണ്ടി വന്നിറങ്ങുന്ന ആളെ കണ്ടപ്പോഴത്തേക്കും തമ്മിൽ പരിചയപ്പെടും. എന്തുകൊണ്ട് സുഖമായിരിക്കുന്ന? എവിടുന്ന്? ആഹാ, ശരി. വണ്ടി നമ്പർ ഇപ്പൊ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ പരിവാഹനത്തെ അടിച്ചു നോക്കിയാൽ വണ്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടും. ദിവനാണ് ടെസ്റ്റ് ചെയ്ത് സ്റ്റേജ് അടിക്കുന്ന കക്ഷിക്ക് ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലിങ്ങുന്ന ഒരു ശബ്ദം കിട്ടും. അവൻ്റെ അടുത്ത് നോക്കി, ആണ്ട KL03 5278 KB ഷാജി, കോട്ടയം. പിന്നെ ദൈവാത്മാവിനെ കാണിക്കുന്നത് KL03 5278 വാഗണർ. RC ഓണറുടെ പേര് ഒറ്റയടിക്ക് K എന്ന് പറയല്ലേ, KB ഷാജി. അത് കാണുമ്പോഴത്തേക്കിനും ഇതിന്റെ ദൈവമേ ഉണ്ടോ. ലോൺ അടയ്ക്കാനും വീട്ടിൽ അപ്പനും മരുന്ന് മേടിക്കാനും വെച്ച കാശെല്ലാം ഇവനെടുത്ത് കൊടുക്കും. എന്നാൽ ഇവിടെ നരകത്തിൽ പോകാതെ എങ്ങനെയും അവനെ സ്വർഗത്തിൽ കൊണ്ടു വെച്ച് ഇവിടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശമുണ്ട്. 5 പൈസ പുള്ളിക്ക് കൊടുക്കുക. ഈ ഗിമ്മിക്സ് കാണിച്ചിതെല്ലാം വാരി കൊടുക്കും. ക്ലാസ് നടന്നില്ലേലും വേണ്ടി ഇത് പറഞ്ഞേ. സ്തോത്രം. പ്രിയരെ, ഞാനൊരു കാര്യം പറയട്ടെ. വിശുദ്ധ തിരുവഴുത്തിൽ കാണുന്നതും പരിശുദ്ധാത്മാവ് നൽകുന്നതുമായിരിക്കുന്ന എല്ലാ കൃപാവരങ്ങളും നമ്മിൽ ഉണ്ടായിരിക്കണം, ഇൻക്ലൂഡിങ് പ്രോഫസി. ലിസൺ മീ, ഇൻക്ലൂഡിങ് പ്രോഫസി. ഒന്നുകൂടെ പറയുന്നു, പ്രോഫസി വേണം, പ്രവചനം വേണം, പ്രവചനം വേണം. നിങ്ങൾ എല്ലാവരും പ്രവചിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവചനം തുച്ഛീകരിക്കരുത്. വിശേഷാൽ പ്രവചനപരം വാഞ്ചിപ്പിൻ. അതാണ് ദൈവത്തിന്റെ വചനം. അല്ല നിങ്ങൾ വിചാരിക്കും ഞാൻ പ്രവചനത്തിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. നോ, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിന്റെ ഉദ്ദേശം പറയണം. പക്ഷെ അതിനേക്കാൾ നിങ്ങൾ ഇമ്പോർട്ടൻസ്
വരത്തിനല്ല ഇമ്പോർട്ടൻസ്, ഫലത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? വരം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഗിമ്മിക്സ് കാണിക്കുന്നതിന് ഒഴിവാക്കി വരത്തേക്കാൾ ഫലത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? നല്ല കൃത്യമായി ദൈവാലോചന പറയുന്നവരുണ്ട്, പരിശുദ്ധാത്മ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ വേദിയില്ല, അങ്ങനെയുള്ളവർക്ക് അവസരങ്ങളുമില്ല. ഈ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാവുന്നവർ, ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരുണ്ട്. വളരെ പരിശുദ്ധാത്മ അസാമാന്യമായി ഉപയോഗിക്കേണ്ട വ്യക്തികൾ. പക്ഷേ ഒതുങ്ങിപ്പോകുന്നല്ല, ഒതുക്കുക. ഞാൻ അതുകൊണ്ട് അങ്ങനെ ശുശ്രൂഷയുള്ളവരെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും വചനത്തിന്റെ അതിര് വിട്ടുപോകുന്നവരെ ഞാൻ വിലക്കുകയും ചെയ്യും. അല്ലാതെ ഞാനിത് കാടടച്ച് വെടിവെച്ചതാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനല്ല. നമ്മെ ആത്മീയമായി ഉദ്ദീപിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി പറയുന്ന, സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നെ വളരെ സ്നേഹിക്കുന്ന ചിലർ ഈ ക്ലാസ്സിനകത്തുണ്ട്. സാബു നേന എന്ന് പറഞ്ഞ ഒരു അച്ഛൻ ഇപ്പൊ ജസ്റ്റ് വീഡിയോ ഓൺ ചെയ്തിട്ട് അദ്ദേഹം വീഡിയോ ഓഫ് ചെയ്തു. വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ദൈവദാസനാണ്. സംഭവിച്ചു കഴിഞ്ഞിട്ടല്ല, സംഭവിക്കുന്നതിന് മുമ്പേ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ദൈവദാസനെ ഇന്നതുപോലെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു, പ്രാർത്ഥിച്ചോളൂ, കറക്റ്റ് ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിന്റെ മുമ്പിൽ റൈറ്റ് റെവറൻഡ് എന്നില്ല, പാസ്റ്റർ എന്നില്ല, പ്രവാചകൻ എന്നില്ല, അപ്പോസ്തലൻ എന്നുമില്ല. സാധാരണ ദൈവദാസനായിട്ട് അദ്ദേഹം വീഡിയോ ഓൺ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. സാധാരണ പ്രാർത്ഥന ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്നു. ഈ ദിവസങ്ങൾ അദ്ദേഹത്തെ പരിശുദ്ധ ഉപയോഗിക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞെന്നറിയാമോ, ട്രാക്ക് തെറ്റിയുള്ളതൊന്നും നമുക്ക് വേണ്ട, ഇതിനകത്തുള്ളത് മതി എന്നാ പറഞ്ഞു. അപ്പൊ ഇവരുടെ പരിപാടി എന്നറിയാമോ, സൂട്ട്സേയേഴ്സ്, ഭാവി പ്രവചിക്കും. അതുകൊണ്ടാണ് ഞാൻ അപ്പസ്തലത്തിലെ വാക്യം എടുത്ത് കാണിച്ചത്. കാശ് കൊടുത്ത് പരിശുദ്ധാത്മാവിനെ മേടിക്കാനായിട്ട് വന്ന കക്ഷിയുണ്ടല്ലോ, അതെല്ലാം ഈ കാറ്റഗറിക്ക് അകത്തുള്ളതാണ്. സ്തോത്രം. ഞാൻ നിൽക്കുന്നില്ല. അപ്പോ ഈ കാറ്റഗറി അവരെയാണ് ഈ വിദ്വാൻമാരെന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത്. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ലേ, പിന്നീട് പറഞ്ഞു. നമുക്കിനകത്ത് വിഷയത്തിനകത്ത് ഉണ്ടല്ലോ. ഇനി അത് ആരാണെന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് ഇപ്പൊ തന്നെ സമയം ഇവിടെ പകുതിയായി. അപ്പൊ ഞാൻ അവിടെ നിന്നാൽ ബാക്കി തീരാതെ പോകും. അവിടെ ഞാൻ മുന്നോട്ട് നീങ്ങും. ഒരു കാര്യം എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇവര് വന്ന് കർത്താവിനെ കണ്ടു വണങ്ങി നമസ്കരിച്ചില്ല. ഇവര് അർപ്പിച്ച വസ്തുക്കളെ ശ്രദ്ധിക്കുമ്പോൾ ഇവര് വന്നത് അറേബ്യൻ നാട്ടിൽ നിന്നാണ് നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകുന്നുണ്ട്. അറേബ്യൻ നാട്ടിൽ നിന്നാണ് അവര് വന്നത്. അവരാരൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാമേ. അവരെന്തൊക്കെയാ കൊണ്ടുവച്ചത്? പൊന്ന്, മൂര്, കുന്തിരുക്കം, അല്ലേ? നമുക്കറിയാം, പൊന്ന് രാജാവ് എന്ന പദവിയെ കാണിക്കുന്നത് പൊന്ന്. മൂര് മനുഷ്യത്വം, പൂർണ്ണ മനുഷ്യനെ കാണിക്കുന്നു, അല്ലേ? കുന്തിരുക്കമോ നമ്മൾ സാധാരണ ചിന്തിച്ചിട്ടുള്ളതും പഠിച്ചിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് കൊണ്ട് ഒരുപക്ഷെ പെട്ടെന്ന് ഇതെങ്ങനെയാണോ ഒരു ചിന്ത വരും. കുന്തിരുക്കം ദൈവത്വത്തെ കാണിക്കുന്നത്. ഇത് ഞാനല്ല, ഏർലി ചർച്ച് വിശ്വാസികൾ, മനസ്സിലായോ? ഏർലി ക്രിസ്ത്യൻസ്, ആദ്യകാല ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്ന ദൈവമക്കൾ, ഈ മൂന്നിനും ഈ നെല്ലാണ് അന്ന് അവർ അർത്ഥം കണ്ടെത്തിയിരുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ അർത്ഥത്തെ സംബന്ധിച്ചൊന്നും പോകണ്ട. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഈ വിദ്വാൻമാർ അത്രയും ദൂരെ നിന്നല്ലേ വന്നേ? ദൂരെ നിന്നും വിദ്വാൻമാര് വന്ന്, ഞാൻ മുമ്പ് ഒരിക്കലും ഇതിന്റെ മാപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കിഴക്ക് എവിടാന്ന് അറിഞ്ഞതിലല്ലേ ഒപ്പത്തുള്ളൂ. കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്ന് പറയുമ്പോൾ ആ കിഴക്കൻ രാജ്യങ്ങൾ ആദ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ? അറേബ്യൻ നാടാന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കിയത്. പിന്നെ നമുക്ക് എന്താ പറയാ, മാപ്പൊക്കെ ചില കാര്യങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാക്കി തരാം. ഇപ്പൊ അങ്ങോട്ട് പോലെ ഒക്കെയല്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ജനിച്ച ദൈവപുത്രനെ അല്ലെങ്കിൽ ദൈവത്തെ തന്നെ കാണാൻ ആ ചുറ്റുപാടുള്ള ആരും വരാതിരിക്കുമ്പോൾ വിദൂരതയിൽ നിന്നും ദൈവപുത്രനെ കാണാൻ ഇവർ വരിക. അതെന്താ കാര്യം? ഇവിടെ നടക്കുന്ന സംഭവം അറിയാമോ?
2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം കൊന്നേക്കാനാ പറഞ്ഞു. കണ്ടോ? ഇവിടെ കൊല്ലും കൊലപാതകവും ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ ഈ ദൈവപുത്രനെ കാണാൻ വിദൂരതയിൽ നിന്നും 3 പേര് വരികയാണ്. സ്തോത്രം. അതൊക്കെ എത്ര ചിന്തനീയമായ കാര്യമാണെന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതി ചെറുതല്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണാൻ വിദൂര കിഴക്ക് നിന്ന് ഇവർ വരിക. കൊണ്ടുവന്ന ഐറ്റംസ് കൊണ്ട് ഞാൻ പറഞ്ഞു അവർ അറബ്സ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അറബ്സ് അല്ല, അറബിൻ നാട്ടിൽ നിന്നാണെന്നുള്ളത് നമുക്ക് ബോധ്യമായി, അല്ലേ? ഇവർക്ക് ഇതെങ്ങനെയാ ബോധ്യമായത് ദൈവപുത്രനാണെന്നുള്ളത്? ദൈവം അവർക്കത് വെളിപ്പെടുത്തി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാതിരിക്കാൻ ഒക്കത്തില്ല. ദൈവം അവർക്കത് വെളിപ്പെടുത്തി. ഇവിടെ ഉള്ളവർ അത് ചെയ്യാതിരിക്കുമ്പോൾ തൊട്ടടുത്തും ചുറ്റുപാടുമുള്ളവർ ദൈവത്തിനെ ചെന്ന് കണ്ട് വണങ്ങി മഹത്വപ്പെടുത്തേണ്ടതിന് പകരം ഒരെണ്ണവും ചെല്ലാതിരിക്കുമ്പോൾ വിദൂരതയിൽ നിന്ന് 3 പേര് വരുന്നു. അതൊരു ചെറിയ കാര്യമാണോ? കണ്ടോ? തൊട്ടടുത്തുള്ളവർ ഒറ്റ ഒരെണ്ണം ചെല്ലുകയോ കാണുകയോ ചെയ്തില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞ? അപ്പോഴാണ് വിദൂരത ദൈവത്തിന്റെ ഒരു നീതിയാണേ. അവർക്കത് വെളിപ്പെടുത്തി. കണ്ടോ? വന്ന 3 പേരുടെ പേര് സഹിതം ഞാൻ പറയുമ്പോ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ 3 ഇവർക്കിത് വെളിപ്പെട്ട് കിട്ടി. അവര് വന്ന് കർത്താവിനെ കണ്ട് നമസ്കരിക്കും ചെയ്യും. ഞാൻ ആ ഭാഗം ഒന്ന് മനസ്സിലാക്കാൻ ഒരു ചരിത്ര സംഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ദൈവത്തിന്റെ പദ്ധതിയും ദൈവം കൊടുക്കുന്ന വെളിപ്പാടിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാനായിട്ട്. നിങ്ങളുടെ ഒരു മൊണാസ്ട്രി ഹെയ്റ്റ് മാൻ എന്ന് പറയുന്ന യൗവനക്കാരൻ, ചെറുപ്പക്കാരൻ, അവിടെയുള്ള പശുക്കളെ നോക്കുന്ന ജോലിയായിരുന്നു അവന്. ഹെയ്റ്റ് മാൻ, മറക്കരുത് ആ പേര്, ആവശ്യമുള്ള പേര്. അതുകൊണ്ടാണ് അവന്റെ ജോലി പശുക്കളെ സംരക്ഷിക്കുക. ഒരു ദിവസം രാത്രി അവന്റെ ദൈവിക ദർശനവും ഒരു ദൂതന്റെ പ്രത്യക്ഷതയൊക്കെ ഉണ്ടായി. ദൂതൻ അവനോട് പറഞ്ഞു, പാട്ട് പാടാം. അവൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല. എന്തോ പാടാൻ? എനിക്ക് പാടാനും അറിയത്തില്ല, ഒന്നുമില്ല. പിന്നെ ദൂതൻ ഒരു പാട്ടിന്റെ ഒരു പാരഗ്രാഫ് ഇങ്ങനെ എഴുതി അവരെ കാണിച്ചു, വായിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് വായിക്കാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അത് ശരി, എന്നാ നീ എഴുതിക്കോളാൻ പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞു, എനിക്ക് എഴുതാനും അറിയില്ല. ഞാൻ പൊട്ടത്തരം പറയല്ലേ, ഒരു ഫാക്ട് പറയേ. ഇവിടെ എഴുതാൻ പറഞ്ഞപ്പോ അവൻ എഴുതാൻ അറിയത്തില്ല, എന്നാ ഇതുപോലെ വരച്ചു വെക്കാൻ പറഞ്ഞു. അവനൊരു പേപ്പർ എടുത്ത് ആ ദൂതൻ കാണിച്ച പോലെ എല്ലാം വരച്ചെടുത്തു. അവൻ കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ സംഭവിച്ചു. അന്ന് ഇതുപോലെ തന്നെ എഴുതാൻ പറഞ്ഞു. അവനതെല്ലാം വരച്ചു വെച്ചു. നിങ്ങൾക്കറിയാമോ, 1-2 ദിവസമല്ല, പല ദിവസങ്ങൾ ഇത് തുടർമാനമായിട്ട് നടന്നു. ഒരു ദിവസം നോക്കിയപ്പോ ഇങ്ങനെ വരച്ചു വെച്ചെല്ലാം നോക്കിയപ്പോ ഉണ്ട്, എടുത്താ പൊങ്ങാത്ത പോലെ ഒരു കെട്ട് പേപ്പർ. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവന് ഈ വരച്ചു വെക്കുന്നല്ല, ഒരു കെട്ട് പേപ്പറുണ്ട്. അവനിങ്ങനെ ഓരോന്നിങ്ങനെ മറിച്ചു നോക്കി. അവന് മനസ്സിലായി, ഈ പേപ്പർ വെച്ചോണ്ട് എടുക്കണ്ട. ഇവൻ ഉടനെ എന്ത് ചെയ്തറിയാമോ, ഈ പേപ്പറെല്ലാം കൂടെ കൊണ്ട് അബറ്റ് അഥവാ മഠാധിപതിയുടെ അന്നത്തെ അവിടുത്തെ കൈക്കൊണ്ട് കൊടുത്തു. ഇത് വിൽക്കുക, എന്തെങ്കിലും ചെയ്യാന്ന് ഉദ്ദേശിച്ചു. ആ മഠാധിപതി ഇത് കയ്യിൽ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് ഭയങ്കര ഷോക്കായിപ്പോയി. എന്താ സംഭവം എന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതലുള്ള ദൈവസൃഷ്ടിയുടെ ചരിത്രം മുഴുവൻ ഉണ്ടല്ലോ, ഇവൻ കവിതയായിട്ട് എഴുതി വെച്ചേക്കുക. ദൈവസൃഷ്ടി മുതലുള്ള മുഴുവൻ കാര്യങ്ങളും ഇവന് പോയമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം ആ പാടാണ്ട് പറഞ്ഞു, നിനക്ക് എഴുതാൻ അറിയാമോ? ഇല്ല. പിന്നെ നീ ഇതെങ്ങനെ എഴുതി?
എന്നെ ഇങ്ങനെ കാണിച്ചത് ഞാൻ വരച്ചു വെച്ചു. ഇതെന്താ സംഭവം എന്ന് അറിയാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല എന്താന്ന്. ഞാൻ എന്നെ കാണിച്ചപ്പോൾ തന്നെ ഞാൻ വരച്ചു വെച്ചെന്നുള്ളല്ല, അത് അക്ഷരമാണെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന്. അദ്ദേഹമാണ് പറഞ്ഞു കൊടുത്തത്. ഇത് ജെനസിസ് ചാപ്റ്റർ 1 ഓൺവേഴ്സ്, 1-ാം അധ്യായം മുതലുള്ള ദൈവസൃഷ്ടി സൃഷ്ടിപര ചരിത്രം കംപ്ലീറ്റ് പോയമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഈ പടം പോലെ വരച്ചു വെച്ച ഒരു കാര്യം പിടികിട്ടി. നിങ്ങൾ വിചാരിക്കും ഷാജി പാസ്റ്റർ എന്തോ ഈ പറയുന്നത്? നിങ്ങള് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ചവോ? ഇല്ല. ഇല്ലെങ്കിൽ പഠിച്ചവരോടോ അല്ലെങ്കിൽ ലണ്ടനിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുന്ന ആൾക്കാരോടോ ഒക്കെ ചോദിച്ചു നോക്കണം, ഇംഗ്ലീഷ് ഭാഷയിലെ ആദ്യത്തെ പോയം ഏതാ? അപ്പൊ അവര് മറുപടി പറയും, കേപ്മാൻ എന്ന മനുഷ്യൻ എഴുതിയ ക്രിയേഷൻ എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിലെ ആദ്യത്തെ പോയം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യത്തെ പോയം കേപ്മാൻ എഴുതിയ ക്രിയേഷൻ എന്ന കവിതയുടെ പേര്. ക്രിയേഷൻ എന്ന ഇദ്ദേഹം എഴുതി വെച്ച ഈ സംഭവമാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യത്തെ കവിത, ആദ്യത്തെ പോയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു മനുഷ്യന് ദൈവം ഇടപെട്ട വെളിപ്പെടുത്തി കൊടുത്താൽ ഉണ്ടാകുന്ന ആ ദൈവപ്രവർത്തന ശ്രേഷ്ഠതയാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യത്തെ കവിത ഈ കേപ്മാൻ എഴുതിയ ക്രിയേഷൻ എന്ന കവിതയാണ്. റിസർച്ച് മൈൻഡുള്ളവർ ഒന്ന് അന്വേഷിച്ച് നോക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഫാക്ട് ഉണ്ടോ, അതോ ഞാനൊരു ഉമ്മാക്കി കഥ പറഞ്ഞതാണോ എന്നറിയാൻ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും, നല്ലതായിരിക്കും. ഇതിപ്പോ ഗൂഗിളും ഒക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കേപ്മാൻ അടിച്ചു നോക്കുന്നേ. അപ്പൊ ഇപ്പൊ ആവേശം കയറി ഇപ്പൊ തന്നെ അടിച്ചു നോക്കരുത്, ക്ലാസ് കഴിഞ്ഞിട്ട്. അത്രയ്ക്ക് നിങ്ങൾ അനുസരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. സ്വോത്രം. ഓക്കെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ദൈവം ഒരാൾക്ക് വെളിപ്പെടുത്തുമ്പോൾ, ദൈവം ഒരാൾ ഇടപെട്ടാൽ അത് എത്ര ആക്യുറേറ്റ് ആയിരിക്കും എന്നുള്ള ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ദൈവം ഈ വിദ്വാൻമാരോട് ഇടപെട്ടു, അവർക്ക് ആ ദൈവിക വെളിപ്പാട് കൊടുത്തു. ഇതേ ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു, പോയി കണ്ടോളാൻ പറഞ്ഞു, അല്ലേ? അങ്ങനെയാണ് അവര് 3 പേരും പൊന്ന് മൂര് കുന്തുരുക്കം വന്ന് കണ്ട് വീണ് നമസ്കരിക്കുന്ന രംഗം. നിങ്ങൾക്കറിയാമോ, ഈ കാര്യം സംബന്ധിച്ച് കൃത്യമായ വളരെ ആക്യുറേറ്റ് ഉള്ള വിവരണം നൽകുന്ന ചരിത്രകാരനാണ് വെനറബിൾ ബീഡി എന്ന് പറയുന്ന മനുഷ്യൻ. വെനറബിൾ ബീഡി ഒന്ന് അടിച്ചു നോക്കുന്നതിലാണ് ആ പേരുവേ, വെനറബിൾ ബീഡി. വളരെ വളരെ നമുക്ക് 100% നമുക്കെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് വിശ്വാസമുള്ള കാര്യമാണ്. നിങ്ങളത് എത്രത്തോളം അംഗീകരിക്കണം ഉൾക്കൊള്ളണം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹമാണ് ഈ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണാൻ വന്ന ആൾക്കാരുടെ പേരൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. എനിക്ക് എന്തായാലും പറഞ്ഞത് വെനറബിൾ ബീഡി ആയതുകൊണ്ട് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. കാരണം അതൊരു, ഈ കർത്താവിനെ കാണാൻ വന്ന ആൾക്കാരുടെ പേര് വിശ്വസിച്ചില്ല എന്ന കാരണത്താൽ നിങ്ങൾ നരകത്തിൽ പോവോ നിത്യം നഷ്ടപ്പെടുവോ ഒന്നും ചെയ്യല്ലോ. പിന്നെ നമ്മുടെ അറിവിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ശേഖരിക്കുന്നുള്ളതല്ലാതെ അത് നമ്മുടെ നിത്യത ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എപ്പോഴും പറയും, നിത്യത ബാധിക്കുന്ന കാര്യമാണെങ്കിൽ മാത്രം നമ്മൾ ടെൻഷൻ അടിച്ചാൽ മതി, അല്ലാത്തെല്ലാം വിട്ടേക്കണം. മനസ്സിലാവുന്നുണ്ടോ? രക്ഷയെ ബാധിക്കുന്നതോ വിശുദ്ധിയെ ബാധിക്കുന്നതോ നിത്യതയെ ബാധിക്കുന്നതോ ഒക്കെ ആണെങ്കിൽ ബി കെയർഫുൾ. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ലീവ് ഇറ്റ്. നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കോഴിയാണോ ആദ്യം ഉണ്ടായത് മുട്ടയാണോ ആദ്യം ഉണ്ടായത് ചോദിച്ച് ഒരു തലം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ചില അതൊക്കെ പറഞ്ഞാണ് വഴക്കുണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ചെല്ലാം കോഴിയാണ് ആദ്യം ഉണ്ടായത് മുട്ടയാണ് ആദ്യം ഉണ്ടായത് എനിക്ക് വിഷയമില്ല, എനിക്ക് മുട്ട കിട്ടിയാൽ മാത്രം മതി, അത്രേ ഉള്ളൂ. അത് ഇതിൽ ആരാദ്യം ഉണ്ടായാലും നമുക്ക് വിരോധമൊന്നുമില്ല. അപ്പൊ ഇതിന്റെ പേരൊക്കെ പറഞ്ഞാണ് ഇപ്പൊ ഒത്തിരി ചർച്ചകളൊക്കെ നടക്കുന്നത്. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പൊ വെനറബിൾ ബീഡി ഈ ഭാഗത്തിന് കൊടുക്കുന്ന വിശദീകരണം അനുസരിച്ച് കർത്താവിനെ കാണാൻ വന്ന 3 പേർ, ഒന്ന് മെൽഖോയിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, MELCHIOME, മെൽഖിയോ. മെൽഖിയോ എന്നും മെൽഖിയോർ എന്നും പറയാറുണ്ട്. മെൽഖിയോ എന്നാണ് ഒരു പേര്. രണ്ടാമത്തെ ആളുടെ പേര് കാസ്പർ, CASPER, കാസ്പർ. ഒന്ന് മെൽഖിയോ, 2 കാസ്പർ, 3 ബെൽത്ശസ്സർ. ബെൽത്ശസ്സർ എന്ന് പെട്ടെന്ന് വായിക്കരുത്, BALTH
ASAR, ബെൽത്അസർ. ഇവര് 3 പേരുമാണ് വാഴ്ത്തപ്പെട്ട കർത്താവിനെ കാണാൻ വന്നതെന്നാണ് വെനറബിൾ ബിഡിയുടെ അഭിപ്രായത്തിൽ. ഞാനത് വിശ്വസിക്കുന്നുണ്ട്, അത് ശരിയായിരിക്കാം എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് അതിനേക്കാൾ സന്തോഷം നൽകുന്ന ഒരു കാര്യം, കർത്താവിന്റെ ജനനത്തിൽ ദൂതന്മാർ വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, സകല ജനത്തിനും ഉണ്ടാകുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. ഇവിടെ എനിക്കൊരു കാര്യം എടുത്തു പറയണം. ഈ 3 പേരും ആരൊക്കെയാണെന്ന് പേരുകൊണ്ട് മാത്രം അറിഞ്ഞാൽ പോരാ, അവരുടെ പശ്ചാത്തലം കൂടെ അറിയുമ്പോഴാണ് ഈ 3 പേരെയും കൊണ്ടുവന്നതിന്റെ പിൻപിലെ ദൈവത്തിന്റെ പദ്ധതി പിടികിട്ടും. കാരണം നമുക്കറിയാം, ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യനും നോഹയുടെ വംശപാരമ്പര്യത്തിലുള്ളവരാണ്. നോഹയ്ക്ക് 3 മക്കളല്ലായിരുന്നോ? ഷേം, ഹാം, യാഫത്ത്, അല്ലേ? ഷേമിന്റെ വംശത്തിൽപ്പെട്ടവരെ സെമിറ്റിക് എന്നും, ഹാമിന്റെ വംശത്തിലുള്ളവരെ എന്താ പറയാ, ഹാമിറ്റിക് എന്നും, യാഫത്തിന്റെ വംശത്തിൽപ്പെട്ടവരെ ജാഫറ്റിക് എന്ന പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഈ 3 വർഗത്തിൽപ്പെട്ട ആളുകളാണ് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും. ഈ വന്ന 3 പേരെ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കതാ ഇഷ്ടപ്പെട്ടത്. മെൽഖിയോർ ഷേമിന്റെ വംശത്തിൽപ്പെട്ടവനാണ്. കർത്താവിനെ കാണാൻ വന്ന 3 പേരിൽ മെൽഖിയോർ അല്ലെങ്കിൽ മെൽഖിയോ ഷെമിറ്റിക് ആണ്, അഥവാ ഷേമിന്റെ വംശത്തിൽപ്പെട്ടയാളാണ്. കാസ്പർ ഹാമിന്റെ വംശത്തിൽപ്പെട്ടവൻ. കണ്ടോ? കാസ്പർ ഹാമിന്റെ വംശത്തിൽപ്പെട്ടതാണ്. ബെൽത്അസർ യാഫറ്റിക് ആണ്, അഥവാ യാഫത്തിന്റെ വംശത്തിൽപ്പെട്ടതാണ്. സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം, സകല ജാതികൾക്കുമുള്ള രക്ഷ എന്നൊക്കെ കർത്താവിനെ എടുത്ത് ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത്, സകല ജാതികൾക്കുണ്ടാവുള്ള രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്നൊക്കെ പറയുമ്പോൾ, കണ്ടോ, നോഹയുടെ വംശവാരത്തിൽപ്പെട്ട ഷേമിന്റെയും ഹാമിന്റെയും യാഫത്തിന്റെ വംശത്തിൽപ്പെട്ട 3 പേരെ അവിടെ കൊണ്ടുവന്നു. ആരും അന്ത്യന്യായവിധിക്ക് നിൽക്കുമ്പോൾ പ്രതിവാദം പറയാതിരിക്കാൻ സകല പഴുതടച്ചും ഗ്യാപ്പ് അടച്ചുമാണ് കർത്താവിന്റെ പ്രവൃത്തികൾ. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. ഞാൻ ഇതിനോട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കൊണ്ടെങ്കിൽ പറയുകയാണെ, ഇന്നും അധികം മുന്നോട്ട് പോയെന്ന് എനിക്കറിയാം, ഇനിയും 10-15 മിനിറ്റൂടല്ലേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേർ സ്നാനപ്പെടുന്നു. ഒറ്റ പ്രസംഗം 3000 പേരുടെ ബാപ്റ്റിസം നമ്മൾ കാണും. ശരിയല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ 3000 പേരുടെ സ്നാനം ഒറ്റ വാക്കി പറഞ്ഞു തീർക്കുക. 3000 പേർ സ്നാനപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞു തീർക്കുമ്പോൾ 8, 9, 10 അധ്യായങ്ങൾ നോക്കണം. 3 പേരുടെ സ്നാനം ഓരോ അധ്യായം വീതം വിവരിക്കുന്നു. വായ്. 8-ാം അധ്യായത്തിൽ എത്യോപ്യ അല്ലെ ഷണ്ണന്റെ സ്നാനം. 9-ാം അധ്യായത്തിൽ ശൗൽ എന്ന പൗലോസിന്റെ സ്നാനം. 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ സ്നാനം. ശരിയല്ലേ? ഈ 3000 പേരുടെ കാര്യം വിശദീകരിക്കേണ്ടതിന് പകരം 3000 പേരുടെ സ്നാനം ഒറ്റ വാക്കി പറഞ്ഞു തീർത്തിട്ട് 3 പേരുടെ സ്നാനം പറയാനായിട്ട് 3 അധ്യായം എന്തിനാ മാറ്റിവെച്ച്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദാറ്റ്? നിങ്ങൾ അതിനെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ 3000 പേരുടെ സ്നാനം ഒത്തിരി വിശദീകരിച്ച് അതിന്റെ പല എന്താ പറയാ ദ്വീപിലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് അന്നേരം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണ്ടേ? ചെയ്തില്ലല്ലോ. അത് 3000 പേർ സ്നാനപ്പെട്ടത് മാത്രം പറഞ്ഞു തീർത്തു. പക്ഷെ 3 പേരുടെ സ്നാനം ഇത്ര വിശദീകരിക്കേണ്ട കാര്യം എന്താ? 8-ാം അധ്യായത്തിൽ എത്യോപ്യയിലെ ഷണ്ണൻ സൈന്യാധിപൻ, അദ്ദേഹത്തിന്റെ സ്നാനം. 9-ാം അധ്യായത്തിൽ ശൗൽ എന്ന പൗലോസിന്റെ സ്നാനം.
10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ സ്നാനം. അതിന്റെ ഇവരുടെ 3 പേരുടെ സ്നാനം പറഞ്ഞ ഓരോ അധ്യായം 8, 9, 10 അധ്യായം 3 മാറ്റിവെക്കാൻ കാരണം സ്തോത്രം. നമുക്കൊരു കാര്യം ചെയ്യാം. തെളിവ് തന്നു പോയെങ്കിലേ കാര്യം ഒക്കൂ. നിങ്ങൾ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം എടുത്തേ, 1-ാം അധ്യായം. നമ്മൾ ഇന്നും ഒരു വായിക്കാത്തൊരു പുസ്തകം ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം. കാരണം മുഴുവൻ പേരാ. നമുക്ക് കത്തിക്കാൻ പറ്റുന്ന ദൂതൊന്നും അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ദിനവൃത്താന്ത പുസ്തകം വായിക്കത്തില്ല. നമുക്കിത് വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്നും പെട്ടെന്ന് തീയിറങ്ങനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വായിക്കാൻ ഒരു ആവേശം കിട്ടും. പക്ഷേ എടുത്താൽ പൊങ്ങാത്ത വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ഈ ദിനവൃത്താന്ത പുസ്തകത്തിനകത്തുണ്ട്. നമ്മൾ ഇന്ന് വരെ ശ്രദ്ധിച്ചിട്ടുമില്ല, ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുമില്ല. ഞാൻ ഈ അപ്പോസ്തലപ്രവൃത്തി 8, 9, 10-ാം അധ്യായത്തിലെ സ്നാനം വിശദമാക്കിയതിന്റെ കാരണം പറയുക. അതിന് ഉപോത്ബലകമായ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഈ 3 പേരും ആരായിരുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ആ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ അതിനോട് കണക്ട് ചെയ്ത വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പ്രയോജനങ്ങളൊന്നും മറച്ചു വെക്കാം. ഞാൻ അടുത്ത പോയിന്റ് പറഞ്ഞു പോയാൽ എനിക്ക് വിഷയം തീർക്കാം. പക്ഷെ നിങ്ങൾക്ക് പ്രത്യേകം ശുശ്രൂഷ നിൽക്കുന്നവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ കൂടെ പറഞ്ഞു തരുന്നത്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക. 1-ാം അധ്യായം എടുത്തോ. ഓക്കെ, 8-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എത്യോപ്യയിലെ ഷണ്ണന്റെ സ്നാനമല്ലേ ആദ്യം കാണുന്നത്. ഓക്കെ, അതിന്റെ മറുപടി ദിനവൃത്താന്തം 1-ാം പുസ്തകം 1-ാം അധ്യായം എടുത്തോ. 5-ാമത്തെ വാക്യം ഇത് വായിച്ചേ. സോറി, 5 അല്ല, 8-ാമത്തെ വാക്യം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, കൂത്ത്, കനാൻ. മതി ജോമോന്, വളരെ നന്ദി. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മതിയല്ലോ. 8-ാം അധ്യായത്തിൽ ആരാണ് സ്നാനപ്പെടുന്നത്? എത്യോപ്യക്കാരനായ ഷണ്ണൻ, സൈന്യാധിപന്റെ സ്നാനമല്ലേ? അഥവാ കൂശനായ എത്യോപ്യ രാജ്ഞിയുടെ സൈന്യാധിപനായ ഷണ്ണന്റെ സ്നാനം. അപ്പോൾ കൂശനും സ്നാനം ആവശ്യമാണെന്നുള്ളത് പിടികിട്ടി. രണ്ടാമത് ആരാണ്? 9-ാം അധ്യായത്തിൽ ശൗൽ എന്ന പൗലോസിന്റെ സ്നാനം കാണുന്നു. ഓക്കെ, നിങ്ങൾ 22, 23 വാക്യം വായിച്ച്, വേണ്ട 25 മാത്രം വായിച്ചാൽ മതി. 24, 25 മാത്രം വായിച്ചു. 25 പിന്നെ എടുക്കാം. ശേം, അർപ്പക്ഷത്ത്, ശേലഹ്, ഏബർ, പേലെഗ്, റെയൂ, ശെരൂഗ്. അടുത്തത് നാഹോർ, തേരഹ്, അബ്രാം. അബ്രാം, ഇവൻ തന്നെ അബ്രാഹാം. അബ്രഹാമിന്റെ പുത്രന്മാർ ഇസ്ഹാക്ക്, ഇസ്മായേൽ. അത്ര മതി, നമുക്ക് പിന്നെ വായിക്കാവേ. കണ്ടോ? ശേം, അർപ്പക്ഷാദ്, ശേലഹ്, ഏബർ, പേലെഗ്, റെയൂ, ശെരൂഗ്, നാഹോർ, തേരഹ്, അബ്രാം, ഇസ്ഹാക്ക്, യാക്കോബ്. യാക്കോബിന്റെ 12 മക്കൾ. അതിൽ ഇളയവന്റെ പേര് ബെന്യാമിൻ. ബെന്യാമിൻ ഗോത്രക്കാരനാണ് ആര്? ശൗൽ. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയില്ല. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ സ്നാനപ്പെട്ടു. അവന്റെ ട്രഡീഷൻ ഞാൻ പറഞ്ഞു. അവൻ കൂശിന്റെ തലമുറയിൽപ്പെട്ടവൻ, അഥവാ ഹാമിന്റെ വംശത്തിൽപ്പെട്ടവൻ. രണ്ടാമതായിട്ട് ശൗലിന്റെ സ്നാനം, അല്ലെങ്കിൽ പൗലോസിന്റെ സ്നാനം. മനസ്സിലായി? ബെന്യാമിൻ ഗോത്രക്കാരനല്ലേ ആര്? ശൗൽ എന്ന പൗലോസ്. യെസ്, ആണ്ടെ. അവൻ ശേം, അർപ്പക്ഷാദ് എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ വംശാവലിയിൽപ്പെട്ടവൻ. രണ്ടാമത്തെ സ്നാനം. 3 കൊർന്നല്യോസ്. നിങ്ങൾ ആ 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബാൻ. ജോമോന, യാഫത്തിന്റെ പുത്രന്മാർ എന്നുള്ളതായിരുന്നു നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. കണ്ടോ? അപ്പം
യഫറ്റിക്കായ കൊർന്നല്യോസ്, ഹമിറ്റിക്കായ ഷണ്ണൻ, കണ്ടോ, ഷെമിറ്റിക്കായ പൗലോസ്. ചുരുക്കി പറഞ്ഞാൽ നോഹയുടെ വംശത്തിൽ പിറന്ന 3 ഷേം, ഹാം, യാഫത്ത്, ഈ 3 വംശത്തിൽപ്പെട്ടവന് സ്നാനം ആവശ്യം. ആർക്ക് ഇതിനകത്ത് ഒഴിവില്ല എന്നുള്ള ഞാൻ ഈ പറഞ്ഞു വന്നത് പിടികിട്ടിയോ? നമ്മുടെ വിഷയം സ്നാനമല്ലെങ്കിലും ഈ 3 പേരും ഈ 3 കാറ്റഗറിപ്പെട്ടതായതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയം കൊണ്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിൽ കുറെ കൂടെ സഹായമാകും എന്നുള്ള ചിന്തയിൽ ഞാൻ ഇതും കൂടെ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷയമായി ബന്ധമുള്ളതല്ലിത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ പഠിക്കുന്നവർക്കും ശുശ്രൂഷ നിൽക്കുന്നവർക്കും ക്ലാസ് എടുക്കുകയോ സ്നാനത്തിന്റെ ക്ലാസ്സിലോ ഒക്കെ എടുക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ പ്രയോജനപ്പെടാൻ വേണ്ടി മാത്രം ഞാൻ അപ്പോസ്തലപ്രവൃത്തി 8, 9, 10 അധ്യായങ്ങളെ സ്നാനം കണ്ടോ. 3 വംശത്തിൽപ്പെട്ടവനും സ്നാനം അത്യാവശ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഏറ്റവും അധികം വൈകി നടന്ന സ്നാനത്തിന്റെ ഉത്തരം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനപ്പെടാൻ ഏറ്റവും അധികം വൈകിയ ഒരു വ്യക്തിയെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. അത് എത്ര വർഷമാണ്, എന്തുകൊണ്ടാണെന്നുള്ളത് പറയുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെടാൻ ഏറ്റവും കൂടുതൽ വൈകിയ വ്യക്തിയുടെ പേരാണ് അപ്പോസ്തലനായ പൗലോസ്. എത്ര വർഷം വൈകിയെന്നറിയാമോ? 3 ദിവസം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും വൈകി നടന്ന സ്നാനം ശൗൽ എന്ന പൗലോസിന്റെ സ്നാനമാണ്. എത്ര നാൾ വൈകി? 3 ദിവസം. നമ്മൾ പറഞ്ഞോട്ട് വന്നാലേ ഉള്ളൂ, അവർ നിൽക്കൂലെന്ന് അറിയാതെ കണ്ട് സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും അറിയാതെ സ്നാനപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ പറഞ്ഞ അങ്ങനെ. വേദപുസ്തകത്തിൽ ഏറ്റവും വൈകി നടന്ന സ്നാനം ശൗൽ എന്ന പൗലോസിന്റെ സ്നാനമാണ്. എത്ര നാള് വൈകി? 3 ദിവസം. ഇവിടെ 3 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും സ്നാനപ്പെടുത്താത്തതുണ്ട്. പിന്നെ ആ 3 ദിവസം അവര് നിൽക്കൂ. സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളാണ്. ഈ 3 വർഷം കഴിഞ്ഞ് സ്നാനപ്പെടാൻ നിൽക്കും. നിനക്കെന്നെ എത്ര ഉറപ്പ്? അവിടെ നിൽക്കുന്നു തോന്നുന്ന വീടായിരിക്കാൻ സൂക്ഷിച്ചോട്ടെ. അവരിങ്ങനെ വന്ന അവിടെ അങ്ങനെ സ്നാനപ്പെടുത്താൻ നോക്കത്തില്ല കേട്ടോ. നമുക്കില്ലാത്ത ഡിമാൻഡ്. ഈ മുങ്ങിയതിന്റെ ഗുണം കുറെ ഭയങ്കരമാണ്. എല്ലാ ഡിമാൻഡ് അനുസരിച്ച് സ്നാനപ്പെട്ടവന്റെ എല്ലാത്തിന്റെയും ഗുണം കേട്ടാ സ്വോത്രം. പോട്ടെ, വിഷയം മാറുന്നുള്ളൂ. ഞാനതെല്ലാം കടിച്ചമർത്തുക. കർത്താവ് കൂശി സഹിച്ചു ഇതെല്ലാം ഞാനങ്ങ് സഹിക്കുക. ഇപ്പൊ സ്വോത്രം. സ്നാനപ്പെടാൻ ഒരാൾ തീരുമാനമെടുത്ത സ്നാനപ്പെടുത്തണം. മനസ്സിലാകുന്നുണ്ടോ? ബാക്കി അദ്ദേഹം ദൈവമായിട്ടുള്ള തീരുമാനമല്ലേ. ഇന്നലെ സ്നാനപ്പെടുത്തിയ ആൾക്കാർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കരുത്. ആ ആശയത്തിലല്ല ഞാൻ പറഞ്ഞു. നമ്മൾ ഇല്ലാത്ത ഡിമാൻഡ് പോളിസിയും എന്താ പറയാ നിയമങ്ങളെ അന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് അപേക്ഷ വെച്ച് കമ്മിറ്റിയിൽ പാസ്സാക്കി പിന്നെ അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി പാസ്സാക്കുന്ന സ്നാനപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഫിലിപ്പോസിന്റെ ഈ ഷണ്ണന്റെ സ്നാനം എന്ന് നടന്നേന്. എനിക്ക് തേരിലിരുന്ന് വേദോസം വായിച്ചോണ്ട് പോവാ. അത് യെശയ്യാപ്രവചനം 53 അധ്യായം കണ്ടോ. ഇവനിത് വായിക്കുക. എനിക്ക് ഈ ഭാഗമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള രംഗമാണേ. കാരണം ഈ ഫിലിപ്പോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നീ ഗസക്കെതിരെയുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ചെല്ലണം. ആരാ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ഗസക്കെതിരെയുള്ള നിർജ്ജന പ്രദേശത്തേക്ക് ചെല്ലണം. അതെന്തോന്ന് ദൂത? നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒറ്റ മനുഷ്യൻ പോലും ഇല്ലാത്ത സ്ഥലം. അതാണല്ലോ നിർജ്ജന പ്രദേശം. 1000 പേര് കൂടി നിൽക്കുന്നതാണ് നിർജ്ജന പ്രദേശം. മനുഷ്യരില്ലാത്ത സ്ഥലം അതാണല്ലോ നിർജ്ജനം. ആ ഗസക്ക് നിർജ്ജന പ്രദേശത്തേക്ക് പോകാനായി ഫിലിപ്പോസിനോട് നമ്മളാണ് ഒന്നുകൂടെ ജാഗരിക്കട്ടെ. അങ്ങനെ അല്ലല്ലോ, 1000ങ്ങളുടെ നടുവ് നിർത്തുമെന്നല്ലേ ദൈവാത്മാവ് ഇടപെടുന്നത്. നമുക്ക് ആ ദൂത് കേൾക്കുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ മനസ്സിൽ കാണുക. കുമ്മനാട് കൺവെൻഷനൊക്കെ പിന്നെ ഗ്രൗണ്ടിൽ നമ്മുടെ മനസ്സിൽ കാണുന്ന മുഴുവൻ അല്ലെ, ഇംഗ്ലണ്ടിലെ എസ് വി കൺവെൻഷനൊക്കെ അല്ലെ. പക്ഷെ ഫിലിപ്പോസ് ദൈവാത്മാവ് പറഞ്ഞു, നീ ഗസകൾ നിർജ്ജന പ്രദേശത്തേക്ക് പോകും. പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുമെന്നാണ് ഞാൻ ചോദിച്ചേ. നമ്മളോടാണെങ്കിൽ ഇങ്ങനെ പറയത്തുള്ളൂ, ഈ നാളുകളിൽ ദൈവാത്മാവ് ഇടപെട്ട സംസാരം, ഞാൻ നിന്നെ 1000ങ്ങളുടെ നടുവിൽ നിർത്തും. പക്ഷെ ഫിലിപ്പോസ് ദൈവം തമ്പുരാൻ 1000ങ്ങളുടെ നടുവത്തെ കാര്യം പറഞ്ഞു, ഒറ്റ മനുഷ്യൻ പോലും അങ്ങോട്ട് പോകോളാൻ പറ്റും.
ഫിലിപ്പോസ് പോവുക. എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടത്. എന്തിനാണെന്ന്, അവിടെ എന്ത് ശുശ്രൂഷ ചെയ്യാനാണ് ഒന്നും ഫിലിപ്പോസ് തിരിച്ച് ചോദിച്ചില്ല. നമ്മളാണെങ്കിൽ ഒന്നുകൂടെ ഒരു 7 ദിവസം ജാഗരിക്കും. ഗസക്കൽ നജരപ്പസയ്ക്ക് പോകാനായിട്ട് ദൈവം ഇടപെട്ടു. അവിടെ എന്താണ് ചെയ്യേണ്ടത്? കർത്താവേ, ഞാൻ അവിടെ ഒറ്റയ്ക്ക് ചെന്നാൽ അവിടെ ആരുള്ളൂ? ഞാൻ അവിടെ എന്താണ് ചെയ്യേണ്ടത്? നമ്മള് പ്രാർത്ഥിച്ച് നോക്കി, ഈ കവടി നിരത്തും പോലെ നമുക്കും പണിയുണ്ടല്ലോ, പ്രാർത്ഥിച്ച് നോക്കുന്ന രീതി. നമുക്ക് പിന്നെ കവടി ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, വേറെ രീതിയിലാന്നേ ഉള്ളൂ. അയ്യടാ, ദൈവമക്കളാന്ന് പറഞ്ഞ് കാണിക്കുന്ന കോനാകൃതിയൊക്കെ ഈ ഭാഷ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. എനിക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിലും മനപ്രയാസം കൊണ്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അല്ല, ഇങ്ങനത്തെ അടുക്കള ഭാഷ, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ഭാഷയൊന്നും പ്രസംഗത്തിലോ ബൈബിൾ ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പാടില്ല ബോധ്യം ഉണ്ടെങ്കിലും ഓരോന്ന് കാണിച്ചു വെക്കുന്ന ഓർക്കുമ്പോ അങ്ങ് വിഷമം കൊണ്ട് അങ്ങ് പറഞ്ഞു പോണതാ. എക്സ്ട്രീംലി സോറി. ഞാൻ മടങ്ങി വരുന്നു. പക്ഷേ ഫിലിപ്പോസ് അതൊന്നും ചെയ്തില്ല. അവിടെ ചെല്ലുപാടെ ഈ എത്യോപ്യ രാജ്യ സൈന്യാധിപൻ ദേവാലയത്തിൽ പോയിട്ട് തിരിച്ചു വരിക. അന്നേരം അമരൊക്കെ ദൈവാത്മ ഇടപെട്ട്, കണ്ടോ, ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഇതുവരെ നടന്നല്ല വന്നത്, വരും നാളുകളിൽ ഞാൻ നിന്നെ തേരിലിരുത്തി മാനിക്കുന്ന നാളുകളാണ്. ഇതൊന്നും ദൈവാത്മാവ് പറഞ്ഞില്ല. അത് പറഞ്ഞെങ്കിൽ പിന്നെ എങ്ങോട്ട് നോക്കിയാലും തേരെ കാണുള്ളൂ. സ്തോത്രം. അവിടെ അതൊന്നും ദൈവാത്മാവ് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞറിയോ, തേരിനോട് ചേർന്ന് നടക്കാൻ. എടാ, ഒരുത്തൻ തേരായിരുന്നു കുതിരപ്പുറത്ത്, കുതിര ഓടിച്ചിട്ട് തേര് പോകുമ്പോ അതിന് കൂടെ നടക്കാന്ന് പറയും. നടക്കുന്ന കാര്യം വല്ലാണ്. ഫിലിപ്പോസ് അതൊന്നും മറുചോദ്യം ചോദിച്ചില്ല. അതൊക്കെ എന്നെ, നമുക്ക് പിന്നെ ഫിലിപ്പോസിനെ കുറിച്ച് പ്രസംഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കേട്ടോ, ഫിലിപ്പോസ് ചേർന്ന് നടന്നു. എന്നാലും ഇവർ യെശയ്യാപ്രവചനം 53 അധ്യായം വായിക്കുന്ന കേട്ട് ചോദിച്ചു, നീ വായിക്കുന്ന ഗ്രഹിക്കുന്നുണ്ടോ ചോദിച്ചു. അവന്റെ മറുപടി, ഒരുവൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കും? പൊരുൾ തിരിച്ചു കൊടുത്തപ്പോ പറയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നതിൽ എന്തെങ്കിലും തടസ്സം? യെശയ്യാപ്രവചനം 53 അധ്യായത്തിനകത്ത് സ്നാനം ഉണ്ടോ? നമ്മൾ ഇന്നുവരെ കണ്ടു, പക്ഷെ അതൊക്കെ അതിനകത്തുള്ളത്. സ്തോത്രം. യെശയ്യാ 53 അധ്യായം വ്യാഖ്യാനം കഴിഞ്ഞപ്പോഴത്തെ ഇവൻ പറയാ, ഇതാ വെള്ളം, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ മരുഭൂമിയുടെ പ്രദേശങ്ങളിലും ഗസയുടെ നിർജ്ജന പ്രദേശങ്ങളിലും ഒരു സ്നാനം നടത്തുവാൻ ദൈവം എനിക്ക് കൃപ നൽകിയല്ലോ എന്നൊന്നും ഫിലിപ്പോസ് പറഞ്ഞില്ല. ഫിലിപ്പോസ് പറഞ്ഞറിയാവോ, എനിക്ക് നിർബന്ധമൊന്നുമില്ല, നീ പൂർണ്ണ മനസ്സോടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആകാം, അല്ലാതെ ഇപ്പൊ എനിക്കിപ്പോ നിന്നെ പിടി മുക്കണം നിർബന്ധമൊന്നുമില്ല. സ്തോത്രം. ഇന്നെങ്ങാനും ആയിരുന്നെങ്കിൽ ആ സ്നാന ശുശ്രൂഷ ഏത് രൂപത്തിലായിരിക്കും ഞാൻ പലപ്പോഴും ഓർത്ത് നോക്കാറ്. പിന്നെ ഇപ്പൊ സ്നാന ശുശ്രൂഷിക്കുന്ന മുമ്പൊക്കെ എല്ലാവരും കൈയടിച്ച് പാട്ട് പാടുക വേദോസ്തമൊക്കെ ആയിട്ടാ പോകുന്നത്. ഇപ്പം സ്നാനത്തിന് ഇറങ്ങുമ്പോൾ പോലെ ഒന്നിന്റെയും വേദോസ്തം എല്ലാത്തിന്റെയും ഗരിതമുണ്ട്. സ്തോത്രം. പോട്ടെ, ഞാൻ മടങ്ങി വരുന്നു. ഞാൻ എന്താ ഇത് പറഞ്ഞതറിയാമോ? ഇത്രയും വിശദമാക്കിയത് നിങ്ങൾ ദയവായി ഈ കണക്ഷൻ കളയരുത്. നോഹയുടെ വംശപാരത്തിൽ നിന്നും വന്ന ലോകത്തിലെ സകലമാന ജനത്തിനും രക്ഷ ആവശ്യമാണ്, സ്നാനവും ആവശ്യമാണ്. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും എന്ത് പറയും, സ്നാനത്തെ കുറിച്ചൊരു തിരിച്ചറിവ് വന്നിട്ടില്ലെങ്കിൽ എനിക്ക് അതുകൂടെ പറയണ്ടേ? അതിന് വേണ്ടിട്ട് തന്നെ ഞാൻ ഇത്തരം പാട്ടം കറങ്ങി വന്നേ. സ്തോത്രം. കണ്ടോ, ഈ 3 എണ്ണത്തിനും സെമിറ്റിക്കാലും ഹെമറ്റിക്കാലും യാഫറ്റിക്കാലും ശരി, ലോകത്തിലെ ഏത് വംശത്തിൽ പിറന്നവനാണെങ്കിലും ദൈവപുത്രൻ ആവശ്യമാ. അവന് മുമ്പാകെ വീണേ മതിയാകൂ. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അടുത്ത കൽപ്പനയാ സ്നാനം. ഈ 3 എണ്ണത്തിനും ആവശ്യമാ. അത് പറയാനാ. ഇപ്പൊ പിടികിട്ടിയോ ഞാൻ എന്തിനാണ് ഇത്രയും വട്ടം കറങ്ങി വന്നത്? അല്ലെ, ക്ലാസ് ഞാൻ ചുമ്മാ ഇങ്ങനെ അങ്ങ് കുറച്ച് മർമ്മങ്ങൾ പറഞ്ഞു പോയിട്ട് മാത്രമല്ല, വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്യുകയും ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും ദൈവമുള്ളവരാണെന്ന് എനിക്കറിയാം. നമ്മുടെ യൂട്യൂബിലൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ചിലർ ഉള്ളത്തോടൊക്കെ ദൈവം ഇടപെടട്ടെ, അവർ വരുന്ന ആളുകൾ ഇവിടെ വന്ന് ഞാൻ സ്നാനപ്പെടുത്തണമെന്നല്ല പറഞ്ഞത്, പരിശുദ്ധാത്മ ഇടപെട്ട അവർ സ്നാനജലത്തിലേക്ക് ഇറങ്ങാനും കൂടെ അവസരം ഉണ്ടാകണം എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. കണ്ടോ, അപ്പോൾ ഇവര് വന്ന് കാണുന്നതിലൂടെ ഒരു പ്രവചന നിവർത്തിയൂടെ നടക്കണം. അതാ സർവ്വലോകത്തിനും ഉണ്ടാകുള്ള മഹാസന്തോഷം. ഞാൻ അറിയിക്കുക, സർവ്വലോകത്തിനും. പ്രവാചകൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് എന്താണ്? സകല ജാതികൾക്കുമുള്ള രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്നാണ്. കാരണം അന്ത്യ ന്യായവിധിയിൽ ദൈവ നീതിമാനായി നിന്നുകൊണ്ട് വേണം ന്യായം വിധിക്കാൻ. മനസ്സിലാവുന്നല്ലോ? ദൈവം ന്യായം വിധിക്കുമ്പോൾ നീതിമാനായിട്ട് നിന്നുകൊണ്ട് വേണം ന്യായം വിധിക്കാൻ.
അപ്പൊ ദൈവത്തിന്റെ മുമ്പാകെ ആ ഒരു ചോദ്യം വരുത്തരുത്. അതുകൊണ്ട് തന്നെ സകല മാനവജാതിക്കുമുള്ള രക്ഷ നോക്കണേ. ഇവര് ഈ 3 കാറ്റഗറിന്ന് വന്നവർ, വളരെ വിദൂരന്ന് വന്നവർ തിരികെ ചെല്ലുമ്പോൾ ഈ ന്യൂസ് അവിടെ എല്ലാം സ്പ്രെഡ് ആകും. കണ്ടോ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അറിയേണ്ടവർ അറിയാതിരിക്കുമ്പോൾ, കാണേണ്ടവർ വന്ന് കാണാതിരിക്കുമ്പോൾ ഇവിടെ എന്താ നടക്കുന്ന? വിദൂരന്ന് ആളുകൾ വരും. ഇവിടെ നടക്കുന്ന എന്താണ്? 2 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. 2 മിനിറ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് വിശ്വസിക്കുന്നു. യെരമ്യാ പുറന്നെടുക്കാമോ വേഗം? 31-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. ജെറമ്യ 31 verse 15. ജെറമ്യ 31:15. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രാമയിൽ ഒരു ശബ്ദം കേൾക്കുന്നു, വിലാപവും കഠിനമായുള്ള കരച്ചിലും തന്നെ. റാഹേൽ തന്റെ മക്കളെ കുറിച്ച് കരയുന്നു. കഠിനമായ നിലവിളിയും തന്നെ. എന്താണ് കാരണം? രാമയിൽ നിലവിളി കേൾക്കുന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. കണ്ടോ? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. താങ്ക് യു. രാമയിൽ നിലവിളി ഉയരുന്നു. മക്കളെ ചൊല്ലിയുള്ള നിലവിളിയാണ്. ആരാണ് കരയുന്നത്? റാഹേൽ കരയുന്നു. ശ്രദ്ധിക്കണേ, റാഹേൽ എന്നിവിടെ ഉദ്ദേശിക്കുന്നതുണ്ടല്ലോ, ഇസ്രായേൽ സ്ത്രീകളെ മൊത്തത്തിൽ പറയുന്നൊരു പദമാണ് റാഹേൽ. ക്ലിയർ ആകുന്നുണ്ടോ? അല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന റാഹേലിനെ ഉദ്ദേശിച്ചല്ല. ഇസ്രായേലിലെ സ്ത്രീകളെ മുഴുവനും പോയിന്റ് ചെയ്യുന്ന പദമാണ് റാഹേൽ. നമ്മൾ ഭാരതമാത എന്നൊക്കെ പറയല്ലേ, എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേലിലെ സ്ത്രീകളെ മൊത്തത്തിൽ പറയുന്ന പദമാണ് റാഹേൽ. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. ഇതൊരു ഹിസ്റ്റോറിക്കൽ സംഭവം, ഒപ്പം ഒരു പ്രൊഫറ്റിക്കൽ ഇൻസിഡന്റും കൂടെയാണ്. ഒരേ സമയം ചരിത്ര സംഭവം, അതേസമയം തന്നെ പ്രവചനം കൂടെയാണ്. എന്ന് പറഞ്ഞാൽ ബാബിലോണിലേക്ക് പ്രവാസികളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം നടന്നു. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ എന്താ ഈ കുഞ്ഞുങ്ങളെല്ലാം കൊല്ലപ്പെടുക. കണ്ടോ? രാമയിൽ ഒരു നിലവിളി ഉയരുന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ കൊല്ലപ്പെട്ടവരിൽ നല്ലൊരു ശതമാനം കുഞ്ഞുങ്ങളും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കസിൻസ് ആയിരുന്നു. മനസ്സിലായോ? വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കസിൻസ് ആണ് കൊല്ലപ്പെട്ടവർ നല്ലൊരു ശതമാനം. അയ്യോ, ആ ചരിത്രമൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിന്താമണ്ഡലത്തിന് അപ്പുറത്തായി പോകും. ഭയങ്കരവാദം. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കസിൻസ് ആണ് കൊല്ലപ്പെട്ടത്. രാമയിൽ ഒരു വലിയ നിലവിളി ഉയർന്നു. റാഹേൽ മക്കളെ ചൊല്ലി കരയുന്നു. പ്രിയമുള്ളവർ, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി ഞാൻ ദൈവം അനുവദിച്ചാൽ വെളിയിലത്തെ ക്ലാസ്സിൽ പറയാം. ഒറ്റ കാര്യം പറയാനായിട്ടാണ്. ക്ലാസ് ആണോ നല്ല ബോധ്യം ഉണ്ടെങ്കിലും എനിക്ക് പ്രധാന പോയിന്റ് ഡൈവേർട്ട് ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിക്കുന്നു. നോഹയുടെ വംശത്തിൽ പിറന്ന ശേം, ഹാം, യാഫത്ത്, ഈ 3 പേരിൽ നിന്നും ഇന്ന് ഭൂമി നിലകൊള്ളുന്ന സകല മാനവജാതിക്കും രക്ഷ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ കാണാമെന്ന 3 പേരും ഈ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരുന്നു എന്നുള്ള കാര്യം നാം മറക്കരുത്. രണ്ടാമത്തെ കാര്യം, കർത്താവിനെ കണ്ടതുകൊണ്ട് മാത്രമായില്ല, കൽപ്പന അനുസരിക്കുക എന്നുള്ള വിഷയത്തിൽ നിന്നും ഈ 3 കൂട്ടിൽ ആർക്കും ഒരു എക്സംഷനും ഇല്ല. 3 ദൈവകൽപ്പന അനുസരിച്ച് നോക്കൂ. നിത്യത വേണമോ, ദൈവരാജ്യം പ്രാപിക്കണമോ, ഇത് അത്യാവശ്യമാണ്. ആ ഒരു ഉപദേശ സത്യം കൂടെ ഈ ക്ലാസ്സിൽ പറയാതെ പോയാൽ ഞാൻ കുറെ ഇൻഫർമേഷൻ തന്നു പോകുന്ന ഒരു ക്ലാസ് ആക്കി ഇത് മാറ്റും. നോ, നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനകത്ത് കളക്ട് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഈ ക്ലാസ് നമ്മുടെ ആത്മജീവിതത്തെ പണിതെടുത്ത് അകത്തെ മനുഷ്യനെ ക്രിസ്തുവേശു തികഞ്ഞവനാക്കണം. അതിനായി ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ എന്നർപ്പിച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് ഈ ക്ലാസ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുറന്ന് നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കണം, റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ നമുക്കത് പരിഹരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.
ഗോഡ് ബ്ലസ് യു.